പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഡിഷ് ഓലനാണ്. കുമ്പളങ്ങ, മത്തങ്ങ, ക്യാരറ്റ് ഈ 3 പച്ചക്കറി കൊണ്ട് മിക്സഡ് വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കുന്നത് ഓലൻ, ഒറ്റ ഓലൻ, 3 പച്ചക്കറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ വെച്ചത്. പച്ചമുളക്, ക്യാരറ്റ്, മത്തങ്ങ, കുമ്പളങ്ങ. ഇനി അതിലേക്ക് എന്തൊക്കെ ഉണ്ട്? ഒരു നാളികേരം ഫുള്ള് വേണം. പിന്നെ ജീരകം, വേപ്പില. സാധാരണ ജീരകം, വേപ്പില. ഇതിലെ ഹൈലൈറ്റ് 3 പച്ചക്കറികളാണ്. കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മത്തങ്ങ. ഇത് 3 കൂടിയിട്ടാണ്. ആദ്യം കുമ്പളങ്ങ നോക്കാം. അപ്പൊ ആദ്യം കുമ്പളങ്ങ പൊട്ടിക്കണം. തോല് കളഞ്ഞിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ മത്തങ്ങ തോല് കളയാറില്ല സാധാരണ, പക്ഷെ ഇത് ഓലനായതുകൊണ്ട് തോല് കളയുന്നു. അപ്പോൾ ഞാൻ മത്തങ്ങയുടെ തോല് കളയുന്നു, ഷിജി കുമ്പളങ്ങയുടെ തോല് കളയുന്നു. 150 മത്തങ്ങ, 250 കുമ്പളങ്ങ, പിന്നെ ക്യാരറ്റ് ഒരു 100, പിന്നെ ഒരു 2 പച്ചമുളക്. യുവർ ചോയ്സ് ആണ്. നമ്മള് ഈ മത്തങ്ങ, കുമ്പളങ്ങ ഇതിൻ്റെയൊക്കെ തൊലി എരിഞ്ഞു. ഇനി അതിനെ കഴുകാൻ പോകുകയാണ്. കുമ്പളങ്ങ തൊലി എരിഞ്ഞത് കഴുകി കഴിഞ്ഞു. ഇനി അതിനെ കഷ്ണാക്കണം. ഓല ഇങ്ങനെ ചെറിയ ചെറിയ നൈസ് പീസാക്കിയിട്ട് അതിൻ്റെ ചുക്കും വെച്ചെടുത്തില്ല. അപ്പോൾ നമുക്ക് ഓലയ്ക്ക് വേണ്ട മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ് അരിയാൻ തുടങ്ങാം. എങ്ങനെയായിരുന്നു? നൈസാക്കിയിട്ട് അരിയണം. കണ്ടില്ലേ, നൈസാണ് ഇതിൻ്റെ കളി. അപ്പോൾ മത്തങ്ങയാണ് ആദ്യം. മത്തങ്ങ പെട്ടെന്ന് ഉടയും. കുമ്പളങ്ങക്ക് ഇതിന് വേവുള്ളത്. അപ്പോൾ ആദ്യം കുമ്പളങ്ങ ഇട്ട് വേവിക്കണം, അതിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ നൈസായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നിട്ട് വേണം കുമ്പളങ്ങ അരിയാൻ. എല്ലാം നൈസിലാണ് കളിയിട്ട. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ? കൂടെ പാടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പാടില്ല. എനിക്ക് വലിയ പാട്ടുകാരനല്ല ഞാൻ. കാതികനല്ല, കഥാകാരനല്ല ഞാനൊരു വെറുമൊരു പാമരനാം പാട്ടുകാരൻ. അപ്പൊ അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടുക ഞാൻ ആലോചിച്ച്. ഒരു പാട്ട് കിട്ടിയില്ലേ? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കണ്ണിലാണെന്റെ കരളിനൊരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മള് കയറ് പൊട്ടിയ പമ്പരം. അവസാനത്തെ വരി ശരിക്കും ഇരിക്കാൻ പറ്റില്ല. ഞാൻ കാതികനല്ല, കലാകനല്ല, അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാട്ട് പാടിയിട്ടും നമ്മുടെ കഷ്ണം അരിച്ചത് കഴിയുന്നില്ല. കഷ്ണം അരിയാൻ ശരി എക്സ്പെർട്ട് അല്ല, അതാണ് സംഭവം. ഞങ്ങളെല്ലാം എരിഞ്ഞു. ക്യാരറ്റിനെ ഞങ്ങൾ വട്ടത്തിൽ എരിഞ്ഞു. അതൊരു കാണാൻ ചന്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. കണ്ടില്ലേ എന്താ ഭംഗി. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എരിഞ്ഞു, മത്തങ്ങ എരിഞ്ഞു, കുമ്പളങ്ങ എരിഞ്ഞു. ഇനി നമ്മൾ നാളികേരം പിഴിയണം. നാളികേരം പാല് പിഴിഞ്ഞിട്ട് 2ാം പാലിലാണ് നമ്മളിത് അടപ്പത്ത് വെക്കുക. അപ്പോൾ നാളികേരം മിക്സ് ചെയ്താ മുന്നേ പാല് 1ാം പാല് നമുക്ക് വെള്ളമൊഴിക്കാണ്ട് പിഴിയണം. 1ാം പാല് വെള്ളമൊഴിക്കാണ്ട് പിഴിയണം. എന്താ 2ാം പാലില് നമുക്ക് വെക്കാത്. 2ാം പാലില് 3ാം പാലിൽ അതൊന്നും വേണ്ട. അപ്പൊ 2ാം പാലിൽ വെക്കും. 1ാം പാലിൽ നമ്മൾ അത് ഇറക്കാറാകുമ്പോ കറി വെച്ചിട്ട് ഇറക്കാറാകുമ്പോ ഇതിൽ കുറച്ച് ഒരു 5-8 ഇല വേപ്പില നമ്മൾ കറിക്ക് പൊട്ടിട്ടുണ്ട്. അത് നേരത്തെ വിട്ടുപോയി കേട്ടില്ല വേപ്പില. അപ്പോൾ 1ാം പാലും റെഡി.
ഇനി രണ്ടാം പാലിൽ നമ്മൾ മിക്സിയിൽ ഈ നാളികേരത്തിൻ്റെ പീരിട്ടൊന്ന് അടിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാം പാല് കിട്ടും. അപ്പോൾ നാളികേരം ഒന്ന് അരച്ചു ഇപ്പോൾ രണ്ടാം പാല് പിഴിയാനായി. രണ്ടാം പാല് നേരിട്ട് കറിയിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? ഇതിന് നല്ല പോലെ പാല് നല്ല പോലെ വേണം, എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും. അതുപോലെ നല്ല ജീരകം, അത് പ്രത്യേക ടേസ്റ്റ്. ഇത് മാത്രം മതി ചോറിനാൻ, വേറെ ചോറിന ഓലൻ ഓലൻ ഇവർക്ക് ഇതും താല്പര്യം. സെമിനാറിന് പോയിട്ട് ഓല വെച്ചില്ലേ? അത് ഓലൻ്റെ ആശാൻ ഇതിൻ്റെ ആശാന്മാരല്ലേ. അപ്പോൾ അത് പിഴിഞ്ഞ് കഴിയാറായി. ഇപ്പോൾ കഴിയും. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ അടപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് വേവുള്ളൂ. ചെറുതാക്കിയിട്ടുണ്ടാ മുറുക്കുള്ള ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇടണം. കഴിയാറായി. കുറച്ച് മഞ്ഞപ്പൊടി ഇടും. ഇനി ഇത് കിടന്ന് വേവട്ടെ. ഓലയുടെ കഷ്ണങ്ങളൊക്കെ വെന്തു പാകത്തിന് എല്ലാം വെന്തു. പിന്നെ ഇതില് നാളികേരപ്പാൽ, ഒന്നാം പാലില്ലേ, ഒന്നാം പാലും പിന്നെ ജീരകം പൊടിക്കണ അതൊന്നും കൈകൊണ്ടൊന്നും കൈകൊണ്ട് തിരുമ്പിട്ട് ജീരകം ഒന്നാം പാലിട്ട്. അപ്പോൾ തിളച്ച് നല്ലപോലെ വെന്തോ പോലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടാ. ആ നാളികേരപ്പാലിന്റെ സ്മെല്ലാണ് എൻ്റെ ഹൈലൈറ്റ്. ജീരകം ഓക്കെ. അപ്പോൾ ജീരകം ഇട്ടു നാളികേരപ്പാലിലേക്ക്. ഇനി അത് കൂട്ടാനിലേക്ക് 2 വേപ്പിൻ്റെ ഇല. ആദ്യം വേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് ഓഫായിട്ട് ഒഴിക്കണം. അപ്പോൾ സംഭവം റെഡി. ഇനി ഒന്ന് ഇരുന്നൊന്ന് പറ്റും. സംഗതി എല്ലാം ഉള്ളത് കൊണ്ട് കറി ഓക്കെ ആയി. സംഭവം റെഡി. പിന്നെ നാളികേരപ്പാല് വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ ഇത് നീ കൂട്ടിട്ട് നോക്കിയാ മതി. ഞാൻ നോക്കണമെന്നില്ല, ഞാനാണല്ലോ അടുക്കളയിലെ ഡോക്ടറാണ് താൻ. ഓക്കെ. അപ്പൊ ഓലൻ കൂട്ടിയിട്ട് ചോറിനാണ്. എന്താ കളറ് ഈ ഓലനെ! മഞ്ഞപ്പൊടി ഇടാണ്ട് വെക്കാം. അപ്പൊ വെളുത്തിരിക്കും. ഇതിപ്പോ മഞ്ഞപ്പൊടി ഇട്ട കാരണം ഈ മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള കളറാവും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ. അപ്പൊ ഓലം കൂട്ടിയിട്ട് ചോറിനാളെ പുറപ്പാടില്ല ഞാൻ. ഇത് മത്തങ്ങയ്ക്കൊരു മധുരക്കുള്ള കാരണം വേറെ വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ ടേസ്റ്റല്ല. കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങ ഇത് മൂന്നും കൂടി ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മത്തങ്ങയിലും ക്യാരറ്റിൻ്റെ ഒരു മധുരം കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. കറക്റ്റാ. പിന്നെ ഇതിൽ കുറച്ച് എരി കുറവാ ഒഴിക്കുള്ളൂ. എരി കുറവാന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടുള്ളത് അത് 2 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എരിവിൻ്റെ കുറച്ച് കുറവില്ല. അതൊക്കെ അത് നമുക്ക് എരി കുറവാണ് ആവശ്യമാണ്, കാരണം നമ്മൾ കുറവ് കഴിഞ്ഞിട്ടു. അപ്പോൾ നമ്മൾ പിന്നെ തുടങ്ങിയിട്ടുള്ള കഷ്ണങ്ങൾ അതുപോലെ കിടക്കുന്നുണ്ടോ? ഞാൻ കിടക്കണം. ക്യാരറ്റ് പിന്നെ വട്ടണരിഞ്ഞ കാരണം അല്ലെങ്കിൽ ചെറിയ പീസാകുമ്പോൾ ഉടയും. ഇത് വട്ടനായി കാരണം ഇത് പച്ചക്ക് കഴിക്കണല്ല ക്യാരറ്റ് വെന്തിട്ടുണ്ടെന്നാ ഉടഞ്ഞിട്ടില്ല. അങ്ങനെ വേണ്ടത്. കൊച്ചു കുട്ടികളൊക്കെ കൊടുക്കാൻ നല്ലതാ. ജീരകം കുറച്ചുകൂടി ആവാമായിരുന്നു അല്ലേ? ജീരകം ഉണ്ട്, കുറച്ചുകൂടി ആവാമായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇടണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Please subscribe, like, share, comment and enable the bell button.